കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്, ഈസാ നബി ജീവനുള്ള ദൈവമാണെന്ന് പറയുവാൻ ഞങ്ങൾക്കിടയായി. അതാണ് യഥാർത്ഥ ദൈവമെന്നും ഉള്ള സത്യം പറയുകയും കണ്ടു മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. സൗഖ്യവാക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ കുട്ടി എഴുന്നേറ്റ് നടന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിംസ്. ഞാനൊരു 15 വർഷം മുമ്പ് വരെ ഇസ്ലാം വിശ്വാസിയായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്താനും മനസ്സിലാക്കാനുമൊക്കെ എനിക്കിടയായി. അതിനൊരു കാരണം എൻ്റെ കുട്ടി ഒരു ഇഞ്ചക്ഷൻ വെച്ച് റിയാക്ഷനായി തളർന്നുപോയി. ആ സമയത്ത് കോയമ്പത്തൂരുള്ള ജോർജ് കുട്ടി സാറ്, ജോർജ് ഏട്ടൻ, ആൻ്റണി, സെൽവൻ, ഇങ്ങനെയുള്ള ഒരു മൈക്കിൾ സാർ, ഇങ്ങനെ കുറേ ആൾക്കാർ ഒരുമിച്ച് വന്ന് ജോർജ് കുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ വന്ന് എൻ്റെ കുട്ടിയെ, പസിയില്ല എന്നാണ് എൻ്റെ മോളുടെ പേര്, സൗഖ്യവാക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ കുട്ടി എഴുന്നേറ്റ് നടന്നു. അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാനും എൻ്റെ ഭാര്യ, 3 കുട്ടികൾ, എൻ്റെ മൂത്തമ്മ, മൂത്താപ്പ എല്ലാവരും ഈശോയെ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുകയും തുടർന്ന് ജീവിക്കുകയൊക്കെ ഉണ്ടാകാനിടയായത്. ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാരോട് കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്, ഈസാ നബി ജീവനുള്ള ദൈവമാണെന്ന് പറയുവാൻ ഞങ്ങൾക്കിടയായി. ഞങ്ങൾ അനേകം ആൾക്കാരോട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഉണ്ടായ കാര്യം എൻ്റെ കുട്ടിയുടെ ഈ വിടുതലാണ്. കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്നും അത് സത്യദൈവമാണെന്നും അതാണ് യഥാർത്ഥ ദൈവമെന്നും ഉള്ള സത്യം പറയുകയും കണ്ടു മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷവാനും ഒത്തിരി സമാധാനത്തെ, എൻ്റെ മൂത്ത മോൾക്കായിരുന്ന സുഖം, രണ്ടാമത്തെ കുട്ടിക്ക്, രണ്ടാമത്തവൻ ഡിഗ്രി പഠിക്കുന്നു, മൂന്നാമത്തവൻ ആക്ച്വലി പറയുകയാണെങ്കിൽ CMIയിൽ അച്ഛനാകാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏതായാലും ഇതെല്ലാം ദൈവനിശ്ചയമായിരുന്നു. ദൈവം ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നത് ഒരു ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ വന്ന് മനുഷ്യനായി പിറന്ന് സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ആ ദിവ്യരക്ഷകനാണ്. മതസ്ഥാപകരുടെയും തത്വജ്ഞാനികളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും എല്ലാം കല്ലറുകൾ അടഞ്ഞു കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ തുറക്കപ്പെട്ടതായി കാണുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിൽ ജനിക്കുകയും ലോകത്തെ മനുഷ്യരുടെ പാപത്തിന് പ്രതിശാന്തി വരുത്തുവാൻ ക്രൂശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത രക്ഷകൻ, ആ രക്ഷകനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അംഗമായി സഭയോട് ചേർന്ന് നിൽക്കുവാൻ എനിക്കിടയായെങ്കിൽ അത് ചില കത്തോലിക്ക വിശ്വാസികളായ വ്യക്തികളുടെ വലിയ ആ പ്രവർത്തനത്തിൻ്റെയും ആ വഴികാട്ടലിൻ്റെയും അവരുടെ ആ നിശ്ചയദാർഢ്യമായ സുവിശേഷ പ്രവർത്തനത്തിൻ്റെയും കാരണമാണ് എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. എല്ലാവർക്കും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള ഒരു അവസരം, സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം കൊണ്ടുനടക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.